ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും ഈ അന്ത്യകാലത്ത് നമുക്ക് വേണ്ടി വെളിപ്പെട്ടവനുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹ അഭിവാദനങ്ങളെ എല്ലാവർക്കും അറിയിക്കുന്നു. പുത്രൻ മൂലം നമ്മെ അറിയുകയും സ്നേഹിക്കുകയും പുത്രനിൽ നമ്മെ തിരഞ്ഞെടുക്കുകയും ചെയ്ത പിതാവായ ദൈവത്തിന് സ്തുതി, സ്തോത്ര, ബഹുമാനങ്ങൾ ഞാൻ അർപ്പിക്കുകയാണ്. ഇന്ന് രാത്രിയിലത്തെ നമ്മുടെ കൂടിവരവും നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നമ്മെ ഒരുക്കുന്നതാകട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ഇന്നലെ ചിന്തിക്കുവാൻ തുടങ്ങിയ വിഷയത്തിലേക്ക് ശ്രദ്ധയെ തിരികെ കൊണ്ടുപോകുന്നു. നാം ഇപ്പോൾ ചിന്തിക്കുന്നത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 7, 8, 9 വാക്യങ്ങളാണ്. അവിടെ പ്രത്യേകിച്ച് നാം കാണുന്നു കുഞ്ഞാടിന്റെ കല്യാണം വന്നതും കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നതും. എങ്ങനെയാണ് ദൈവസഭ കുഞ്ഞാടിന്റെ കല്യാണത്തിനായി തന്നെ തന്നെ ഒരുക്കുന്നത് എന്ന് വെച്ചാൽ, നാം ഓരോരുത്തരും, സഭ എന്ന് പറയുന്നത് ഒരു സംഘടനയല്ല, ഒരു മതമല്ല, ഒരു പ്രസ്ഥാനമല്ല. സഭ എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് അല്ല. സ്തോത്രം. Church is not an organization, denomination, not a religion, not a religious sect, not even a building, but it's an organism. Jesus being the head and different individual believers being the members, and together the body of Christ. അപ്പൊ സഭയെ ഒരു കെട്ടിടമായിട്ടോ സംഘടനയായിട്ടോ പ്രസ്ഥാനമായിട്ടോ മതവിഭാഗമായിട്ടോ ഒന്നും കാണരുത്. അത് സഭയല്ല. നാമൊക്കെ പല സഭാവിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. അതാത് രാജ്യ നിയമങ്ങൾക്കനുസരിച്ച് നമ്മുടെയൊക്കെ സഭാവിഭാഗങ്ങൾ രജിസ്റ്റേർഡ് ആണ്. എന്നാൽ അതെല്ലാം ലോകപ്രകാരമുള്ള സംഘടനകളാണ്. അവയെ സഭ എന്ന് നമ്മൾ പൊതുവെ വിളിക്കാറുണ്ടെങ്കിലും വേദപുസ്തകം അനുസരിച്ച് അതല്ല സഭ. സഭ ഒരു ജീവൽ ഘടകമാണ്, ഓർഗാനിസം, ഒരു ജീവഘടനയാണ്. ക്രിസ്തു അതിൻ്റെ തലയും സഭ ആ തലയായ ക്രിസ്തുവിന്റെ ഉടൽ ശരീരവും. ഓരോ വിശ്വാസിയും ആ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും. ഇതാണ് സഭ എന്ന് വെച്ചാൽ നാം ഓരോരുത്തരും ഉൾപ്പെടുന്നതാണ് സഭ. ആ സഭ ക്രിസ്തുവിന്റെ കാന്തയായി തന്നെ താൻ ഒരുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും നമ്മെ തന്നെ ഒരുക്കുക എന്നാണ് അർത്ഥം. അതെങ്ങനെ എന്നുള്ളതാണ് നാം ഇന്നലെ ചിന്തിച്ചു തുടങ്ങിയത്. അതിൽ ആദ്യത്തെ 5 കാര്യങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. അതിനുശേഷം നമ്മൾ 2-3 കാര്യങ്ങൾ ചിന്തിച്ചെന്ന എൻ്റെ ഓർമ്മ. 6, 7, 8 അല്ലേ? 6, 7, 8.
അപ്പോൾ സ്നാനപ്പെടുന്നത് വരെയുള്ള 5 കാര്യങ്ങൾ ഒരു സാധാരണ മനുഷ്യന്റെ ഒരുക്കത്തിന് വേണ്ടി നമ്മൾ പഠിച്ചതാണ്. നമ്മൾ ആ ഘട്ടം കഴിഞ്ഞു. സ്നാനമേറ്റവർ വരെയാകാം. അതിനുശേഷം നാം ചെയ്യേണ്ട കാര്യങ്ങളാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് നമ്മൾ കണ്ടു, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. നാം ദൈവത്തിന്റെ വകയാണ് എന്നതിൻ്റെ ഉറപ്പ് ആത്മാവിനെ പ്രാപിക്കുന്നതിലൂടെയാണ് ഉണ്ടാകുന്നത്. നാം യേശുക്രിസ്തുവിന്റെ വരവിൽ ഉയർത്തെഴുന്നേൽക്കുകയോ രൂപാന്തരപ്പെടുകയോ ചെയ്ത് ക്രിസ്തുവിന്റെ മഹത്വത്തോടെ ഏകീഭവിക്കും. അതിനുള്ള നിശ്ചയവും നമുക്ക് ആത്മനിറവിലൂടെയാണ് ലഭിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. രണ്ടാമത്തെ കാര്യം നാം കണ്ടത്, ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്നുള്ളത്. മൂന്നാമത്, നമ്മുടെ അജ്ഞാനകാലത്ത് നാം അനുസരിച്ച് നടന്നതായ മോഹങ്ങളെ മാതൃകയാക്കരുത്. ഈ 3 കാര്യങ്ങളായിരുന്നു നാം ചിന്തിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ, അല്ലേ? ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. ഇന്നലെ പറഞ്ഞതുപോലെ എണ്ണമിടുന്നതിൽ ആദ്യത്തെ 5 എണ്ണം വേറെയും ഇത് 1, 2, 3 എന്നോ അല്ല, തുടർമാനമായിട്ട് 8 എണ്ണം കഴിഞ്ഞ് 9ാമത്തേതെന്നോ നിങ്ങളുടെ മനസ്സുപോലെ നിങ്ങളുടെ സൗകര്യാർത്ഥം നോട്ട്സ് എടുക്കുന്നവർക്ക് ചെയ്യാം. എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു ഓർഡറിൽ സംഗതി ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഞാൻ നമ്പറൊക്കെ പറഞ്ഞാൽ തെറ്റിപ്പോയേക്കും. നിങ്ങൾ അതൊന്ന് എന്നെയും കൂടെ കറക്റ്റ് ചെയ്തോണം. അപ്പം അടുത്ത ഭാഗം, അല്ലെങ്കിൽ നാം അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഡു ദ വിൽ ഓഫ് ഗാഡ്. ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുക. ദൈവേഷ്ടം ചെയ്യുന്നവരായി നാം തീരുക. പല ഭാഗങ്ങൾ അതിനു വേണ്ടിയുണ്ട്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21, 22, 23 വാക്യങ്ങളിൽ നാം ഗിരിപ്രഭാഷണം പഠിച്ചിരുന്നു. യേശു പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, പിന്നാരാ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവർ അഥവാ നിവർത്തിക്കുന്നവർ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിവർത്തിക്കണം. ദൈവേഷ്ടം ചെയ്യുക. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 3 മുതൽക്കുള്ള വാക്യങ്ങളിലും നാം ആ കാര്യം കാണുന്നുണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ, നമ്മുടെ, എൻ്റെ ശുദ്ധീകരണം തന്നെ. അപ്പം ദൈവ ഇഷ്ടം ചെയ്യാതെ നാം സ്നാനപ്പെട്ടെന്ന് കരുതി, ഈവൻ അന്യഭാഷയിൽ സംസാരിക്കുന്നെന്ന് കരുതി പോലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. ഈ ദൈവ ഇഷ്ടം എങ്ങനെയാ അറിയാൻ പറ്റുക? പ്രവാചകന്റെ അടുക്കൽ പോയാൽ അറിയാനൊക്കത്തില്ല. ഈ പ്രവാചകന്മാരുടെയൊക്കെ അടുക്കൽ പോയിട്ട് നമ്മുടെ ആൾക്കാർ അന്വേഷിക്കുന്ന ദൈവഹിതം എന്ന് പറയുന്നത് ഒരു 3 പ്രപ്പോസൽ ഇപ്പോഴുണ്ട്. അതിലേതാണ് ദൈവഹിതം? 2 വിസായുടെ ക്രമീകരണങ്ങൾ ഉണ്ട്. അതിലേത് തിരഞ്ഞെടുക്കണം?
ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ദൈവഹിതം എന്ത് എന്ന് നമ്മൾ അന്വേഷിക്കാറുള്ളത്. അതിനുവേണ്ടി പ്രവാചകന്മാരെ തേടിപ്പോകാറുണ്ട്. എന്നാൽ സ്വർഗരാജ്യത്തിൽ നമ്മെ കൊണ്ടെത്തിക്കുന്ന ദൈവഹിതം എന്നത് ഈ പറയപ്പെടുന്നതൊന്നുമല്ല. സ്തോത്രം. അതിന്റെ സമാഹാരമാണ് ഈ പുസ്തകം. സ്തോത്രം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ദൈവവചനം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്. The word logos means will, mind, reason, purpose എന്നൊക്കെയാണ്. വചനം അഥവാ ലോഗോസ് എന്ന് പറഞ്ഞാൽ വിൽ, ഇച്ഛ. അപ്പോൾ ദൈവ വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടം എന്നർത്ഥം. ലോഗോസിയ വേർഡ് മീൻസ് റീസൺ, യുക്തി എന്നാണ് വചനം എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ദൈവവചനത്തിന്റെ അർത്ഥം ദൈവത്തിന്റെ യുക്തി. ഇറ്റ്സ് കൗൺസൽ, ദൈവത്തിന്റെ ആലോചന. മൈൻഡ്, ദൈവത്തിന്റെ മനസ്സ്. അപ്പോൾ ദൈവത്തിന്റെ യുക്തി, ദൈവത്തിന്റെ മനസ്സ്, ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ ഹിതം ഒക്കെയാണ് നമ്മുടെ ഭാഷയിൽ അച്ചടിച്ച് തന്നിരിക്കുന്ന ഈ പുസ്തകം. അപ്പോൾ ദൈവത്തിന്റെ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാകുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ദൈവവചനം അനുസരിക്കുന്നവരാവുക. എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവരാവുക. അപ്പോൾ ദൈവവചനം അനുസരിക്കാത്തവർക്ക് ദൈവഹിതം ചെയ്യാൻ കഴിയില്ല. ദൈവഹിതം ചെയ്യാത്തവർക്ക് സ്വർഗരാജ്യ പ്രവേശനവും സാധ്യമല്ല. ആ ദൈവഹിതം നമ്മുടെ ശുദ്ധീകരണം എന്ന ഒരു പ്രയോഗമുണ്ട്. വിശുദ്ധീകരണം എന്നത് നമ്മൾ പിന്നെയും പഠിക്കുന്നതായതുകൊണ്ട് ആ ഭാഗത്തിന്റെ വ്യാഖ്യാനത്തിലേക്കും ഞാനിപ്പോൾ വരുന്നില്ല. ഇതാണ് 9ാമത്തെ കാര്യം, നാം ദൈവഹിതം നിവർത്തിക്കുന്നവരാവുക. അങ്ങനെ എഴുതപ്പെട്ട ദൈവഹിതം നാം നിവർത്തിക്കുമ്പോൾ അനുദിന ജീവിതത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എന്നാൽ ദൈവം സാർവത്രികമായി വെളിപ്പെടുത്തിയിട്ടുള്ള ഹിതത്തെ അനുസരിക്കാൻ മനസ്സില്ലാതെ താൽക്കാലികമായ ദൈവഹിതത്തിന് വേണ്ടി അന്വേഷിച്ചു പോകുന്നവരോട് ദൈവം പൊതുവെ മിണ്ടാറില്ല, സംസാരിക്കാറില്ല. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ദൈവത്തോട് കർത്താവേ നിന്റെ ഹിതം എന്തെന്ന് എന്നെ അറിയിക്കണമേ എന്നൊക്കെ 21 41 ഒക്കെ ഇരുന്ന് ചോദിച്ചാലും തമ്പുരാൻ മിണ്ടാതിരിക്കും. അപ്പോൾ ദൈവഹിതം നിവർത്തിക്കുന്നവരാവുക. 10ാമത്തെ കാര്യം, എന്തോ പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ? ദൈവഹിതം പൂർണ്ണമായിട്ട് തിരുവെഴുത്തിൻ പ്രകാരം അനുസരിക്കുന്നവരോടെ ദൈവം താൽക്കാലിക ജീവിതത്തെക്കുറിച്ച് ഉള്ള തിരുഹിതം വെളിപ്പെടുത്താറുള്ളൂ. നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കുന്നത് താൽക്കാലിക ജീവിതത്തെക്കുറിച്ചുള്ള തിരുഹിതമാണ്.
ഓസ്ട്രേലിയയാണോ ന്യൂസിലൻഡ് ആണോ കർത്താവേ? തമ്പുരാൻ മിണ്ടാറില്ല. ഈ കല്യാണമാണോ ആ കല്യാണമാണോ കർത്താവേ? ബോംബെയിലാണോ ബാംഗ്ലൂരിലാണോ കർത്താവേ? മെഡിസിന് വേണോ എഞ്ചിനീയറിംഗിന് വേണോ കർത്താവേ? നമ്മൾ ഇങ്ങനെയൊക്കെ താൽക്കാലിക ജീവിതത്തെ സംബന്ധിച്ചാണ് പലപ്പോഴും ദൈവഹിതം അന്വേഷിക്കാറ്. അതൊക്കെയാണ് നമുക്ക് പ്രധാനം. ലാഭവും നഷ്ടവും ഒക്കെ നമ്മൾ കണക്കാക്കുന്നത് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ. പക്ഷെ തമ്പുരാൻ മിണ്ടാറില്ല അതിലൊന്നും. അങ്ങനെ ദൈവം നമ്മോടൊന്നും പറയാതിരിക്കുമ്പം നമ്മൾ പിന്നെ മറ്റുള്ള മാധ്യമങ്ങളെ അന്വേഷിക്കും. പ്രവാചകന്മാർ, വെളിപ്പാടുകാർ. ചിലരോടൊക്കെ ആണെങ്കിൽ ഈ നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ പോകുന്ന അല്ലെങ്കിൽ പറയുന്ന പ്രവാചകന്മാരെ ഇങ്ങോട്ട് ചോദിക്കും, ഏത് വിഷയത്തിന് വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്? പലരും അങ്ങോട്ട് കാര്യം അങ്ങ് പറയുകയും ചെയ്യും. അപ്പൊ പിന്നെ അവർക്ക് കാര്യം എളുപ്പമായി. വളരെ എളുപ്പമായി. ഞാൻ അതുകൊണ്ട് പറയാറുണ്ട്, വല്ല പ്രവാചകന്മാരുടെ അടുക്കൽ പോവുകയാണെങ്കിൽ നമ്മുടെ വിഷയത്തെക്കുറിച്ച് മിണ്ടുകയേ ചെയ്യരുത്. ഇനിയും ആരെങ്കിലും പ്രാർത്ഥിപ്പിക്കാൻ പോവുകയോ ഫോൺ വിളിക്കുകയോ ഒക്കെ ആണെങ്കിലും മിണ്ടിയേക്കരുത്. അവര് ഇടഞ്ഞിടഞ്ഞ് ചിലപ്പോൾ ചോദിക്കും, ഇങ്ങനെയാണോ, ഇതാണോ എന്നൊക്കെ പലരും ചോദിക്കും. ദൈവദാസന് വെളിപ്പെട്ട കാര്യം എന്താണെന്ന് അങ്ങ് പറഞ്ഞാൽ അത്രയാകാവും. അല്ലെങ്കിൽ അവരുടെ സാധനം ദൈവത്തിന്റെ കെയർ ഓഫിൽ അല്ലെ ദൈവത്തിന്റെ തോളത്ത് വെച്ച് അവർ നമ്മളെ വെടിവെക്കും. അത്രേ ഉള്ളൂ. അതിന് നമ്മൾ വിട്ടുകൊടുക്കരുത്. നമ്മൾ ദൈവത്തോട് ചോദിച്ചാൽ ദൈവം നമ്മോട് പറയണമെങ്കിൽ ദൈവം നമ്മോട് പറഞ്ഞത് നമ്മൾ അനുസരിച്ചിരിക്കണം. ദൈവം നമ്മോട് പറഞ്ഞത് വെറും പറയുകയല്ല, ഈ എഴുതി അച്ചടിച്ചിങ്ങ് തന്നിരിക്കുക. അപ്പൊ തിരുവഴുത്തിൽ വെളിപ്പെടുത്തപ്പെട്ട തിരുഹിതത്തെ അനുസരിക്കാൻ മനസ്സില്ലാതെ താൽക്കാലിക ജീവിതത്തെക്കുറിച്ചുള്ള തിരുഹിതം അന്വേഷിക്കാൻ പോയാൽ ദൈവം അനങ്ങാപ്പാറ നയം സ്വീകരിക്കും, സംസാരിക്കത്തില്ല. സ്തോത്രം. നമ്മൾ സ്വന്തം മക്കളോട് പോലും നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും അനുസരിക്കാതെ ഇപ്പം വന്ന് ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ പപ്പാന്ന് ചോദിച്ചാൽ മിണ്ടത്തില്ല. അല്ലെങ്കിൽ പറയും ആദ്യം അതനുസരിച്ചിട്ട് വരാൻ. ഇപ്പം വ്യക്തമായോ? ഓക്കെ. പാസ്റ്റർ, അതുപോലെ തന്നെ നമുക്ക് വ്യക്തമായിട്ടറിയാം ദൈവവചനം അനുസരിച്ചെങ്കിൽ മാത്രമേ താൽക്കാലിക ജീവിതത്തിലുള്ള കാര്യങ്ങളും കർത്താവ് നമുക്ക് ചെയ്തു തരത്തുള്ളൂ എന്ന് അറിയാമെങ്കിൽ തന്നെയും ചിലപ്പോൾ ചില വാക്യത്തിനകത്തൂടെ നമുക്കറിയാം അത് അത്ര ശരിയല്ല നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പം അത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും പ്രവാചകന്മാരുടെ അടുത്ത് ചോദിക്കുകയും ചെയ്തത് ശരിയാക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്താറില്ലേ? അത് ശരിയാക്കാൻ നോക്കിയാലും ശരിയാകത്തില്ലല്ലോ. അല്ല ഈ പ്രവാചകന്മാർ അങ്ങനെ ഒരു ഓപ്ഷൻസ് നമുക്ക് ഈ ദൈവവചനത്തിനകത്തൂടുള്ള ഓപ്ഷൻസ്, അതായത് എക്സ്പോസിഷനാന്ന് പറഞ്ഞുള്ള രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാറില്ലേ? ഇപ്പം എഴുതപ്പെട്ടിരിക്കുന്ന ഹിതത്തിന് വിപരീതമായിട്ട് ഏത് വ്യാഖ്യാനം വന്നാലും അത് അപ്പാടെ തന്നെ തെറ്റും പാപവുമാണ്. അത് തിരിച്ചറിയാനുള്ള ആത്മീയ സ്വാഭാവിക ജ്ഞാനമെങ്കിലും ദൈവജനത്തിനുണ്ടായിരിക്കണം. ഞാൻ നിങ്ങളോട് ഒരിക്കൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്.
കുടുംബത്തിൽ അല്പം വിഷയങ്ങളുള്ള ഒരു ഭവനം. അവര് ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ വിഷയങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ആയിരിക്കാം വീട്ടിൽ വെച്ചു. പ്രവാചകർ വന്നു, സംസാരിച്ചു. കുഞ്ഞെ, ഈ ബന്ധം, കല്യാണം കഴിച്ചവരാണ് കേട്ടോ, നിയമപ്രകാരവും വേദപുസ്തക പ്രകാരവും വിവാഹിതരായവരാണ്. അവരോട് പറഞ്ഞു, ഈ ബന്ധം മുമ്പോട്ട് പോയാൽ ശരിയാകത്തില്ല, അതുകൊണ്ട് വിവാഹബന്ധം വേർപെടുത്തിക്കൊള്ളാൻ. പ്രാർത്ഥിച്ച് ദൈവാലോചന എന്ന് പറഞ്ഞ് അറിയിച്ച കാര്യമാണ്. അത് ദൈവവചനത്തിന്റെ നഗ്നമായ ലംഘനമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചല്ലോ, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അതിനെ ഏത് തരത്തിൽ വെള്ളമുടിപ്പിച്ചാലും അത് ന്യായമാകില്ല. അങ്ങനെയുള്ള നിർബന്ധപൂർവമായ തെറ്റായ വ്യാഖ്യാനങ്ങളിലൂടെയുള്ള ദൈവഹിതമെന്ന നിലയിലെ അരുളപ്പാടുകളൊന്നും നാം സ്വീകരിക്കേണ്ടതില്ല. അങ്ങനെയുള്ളത് ദൈവഹിതമാണോ കർത്താവേ എന്ന് ചോദിക്കേണ്ട ആവശ്യവും ഇല്ല. ഒരു കല്യാണപ്രായമായ കുട്ടിക്ക് വേണ്ടി കർത്താവേ, കല്യാണം നിന്റെ ഹിതമാണോ എന്ന് ചോദിക്കേണ്ടതില്ല. കാരണം തിരുവെഴുത്തിൽ വിവാഹം എല്ലാവർക്കും മാന്യമെന്ന് വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു തിരുഹിതമാണ്. കാനമച്ചനും ആരോ ഒരിക്കൽ പറഞ്ഞതുപോലെ, എല്ലാവരും വിവാഹ ജീവിതം നയിക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ പൊതുവായ ഹിതം. എന്നാൽ പ്രത്യേകിച്ച് ഇനി അറിയണമെങ്കിൽ, കർത്താവെ, ഞാൻ വിവാഹം കഴിക്കാതിരിക്കുന്നത് തിരുഹിതമാണോ എന്ന് മാത്രം നോക്കിയാൽ. അപ്പം ഇതുപോലെ തിരുവെഴുത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ള ദൈവഹിതത്തിന് വിപരീതമായ യാതൊരുവിധ ആലോചനകളും പ്രവചനങ്ങളും ഒന്നും തന്നെ ദൈവികമല്ല. അതിനെ എത്ര വെള്ളപൂശാൻ ശ്രമിച്ചാലും തെറ്റ് എന്ന് തിരിച്ചറിയാനുള്ള ആത്മീയ പക്വത വേണ്ട. അല്പ ആത്മീയ ജ്ഞാനമെങ്കിലും ദൈവജനത്തിന് ഉണ്ടായിരിക്കണം. വ്യക്തമായി കാണുമല്ലോ. അല്ല, ഈ പുനർവിവാഹത്തിന്റെ ഒത്തിരി ഡിസ്കഷൻസ് നടക്കുന്ന ഈ നമ്മൾ നേരത്തെ പഠിച്ച ആ കോമൺ ക്വസ്റ്റിനകത്ത് ചോദിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞ ആ വാക്യങ്ങളുടെ പല പല എക്സ്പൊസിഷൻസ് വന്നിട്ടിങ്ങനെ എൻകറേജ് ചെയ്യാറുണ്ട്. കഴിക്കുന്നതിന് കുഴപ്പമില്ല, ഭാര്യ ജീവിച്ചിരിക്കുക, ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോഴും കഴിക്കുന്നതിന് കുഴപ്പമില്ല, അത് ഇന്ന ഓപ്ഷനാണെന്നുള്ള രീതിയിൽ ഒത്തിരി പഠിപ്പീരുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ട് നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന, സോളാ സ്ക്രിപ്റ്റൂറ ആൻഡ് ടോട്ടാ സ്ക്രിപ്റ്റൂറ. ഏതെങ്കിലും ഒരു വാക്യം എടുത്തുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കുകയല്ല, ബൈബിളിന്റെ മൊത്തമായ ഉപദേശത്തെ ഓരോ വിഷയത്തിലും അനുസരിക്കുക എന്നുള്ളതാണ് അതിന്റെ ശരിയായ വ്യാഖ്യാന രീതി. ശരി, അടുത്തത് 10ാമത്തെ ആണെന്ന് തോന്നുന്നല്ലേ? അതാണ് ബി പേഷ്യന്റ് ആൻഡ് വെയിറ്റ് ഫോർ ദ കമ്മിങ് ഓഫ് ദ ലോർഡ്. 1 കൊരിന്ത്യർ ലേഖനം 1:7 വാക്യമാണ്. അത് ഒന്ന് വായിച്ചോളൂ മനസ്സിലാക്കുന്നതിന് വേണ്ടി. 1 Corinthians 1:7. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുക.
wait for or look for the coming of the Lord. നമ്മുടെ വീട്ടിൽ ഒരാൾ വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കാത്തിരിക്കും. ചിലപ്പോൾ ഉറങ്ങാതിരിക്കും. കോളിംഗ് ബെൽ അടിച്ചില്ലെങ്കിലും ചിലപ്പോൾ നമുക്ക് അടിച്ചെന്ന് തോന്നും. ഇപ്പം ബെൽ അടിച്ചായിരുന്നോ? ഞാൻ കേട്ടില്ലല്ലോ, ഒന്ന് കേൾക്കാഞ്ഞായിരിക്കും. എന്നാലും പോയി തുറന്നു നോക്കും. അങ്ങനെ കാത്തിരിക്കുക. ഇന്ന് ഞങ്ങള് ഒരു വീട്ടിൽ പോയി. അവരങ്ങ് 10ാം നിലയിലാണ് താമസിക്കുന്നത്. ഞങ്ങള് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയതും വാതിൽ തുറന്നിട്ട് പ്രൈസ് ദി ലോർഡ് പറയാൻ വീട്ടുകാർ വന്ന് നിൽപ്പുണ്ട്. ഇന്ന് ഞങ്ങൾ ചെല്ലുമെന്ന് പറഞ്ഞിരുന്നു. 10ാം നിലയുടെ മുകളിൽ നിന്ന് റോഡിലേക്ക് നോക്കി ഞങ്ങൾ ചെല്ലുന്നത് അവർ കണ്ടു. ഞങ്ങൾ അറിഞ്ഞില്ല. അതുകൊണ്ട് ഒരു ലിഫ്റ്റിന്റെ അവിടെ വന്ന് നിന്നു. ലിഫ്റ്റ് താഴെ വന്നപ്പോഴത്തേക്കിനും അവർക്ക് മനസ്സിലായി. കാത്തു നിൽക്കുക, നോക്കിയിരിക്കുക. അപ്പൊ കർത്താവിന്റെ വരവിനായിട്ട് നമ്മൾ നോക്കി പാർക്കുക, കാത്തിരിക്കുക. അങ്ങനെ നമ്മൾ കാത്തിരിക്കുകയാണെങ്കിൽ അല്പം വൈകുന്നു എന്ന് തോന്നിയാൽ വിളിച്ച് ചോദിക്കും, ഞങ്ങൾ കാത്തിരിക്കുക, ഇറങ്ങിയോ? എന്റെ ചില സ്നേഹിതരുണ്ട്, ചെല്ലുമെന്ന് പറയുകയാണെങ്കിൽ എപ്പോഴും പറയും, നിങ്ങൾ ഇറങ്ങുമ്പം ആ ലൈവ് ലൊക്കേഷൻ ഒന്ന് വിട്ടേക്കണേ. അവരിങ്ങനെ നോക്കിയിരിക്കുക ലൈവ് ലൊക്കേഷനുമായിട്ട്. അപ്പൊ എവിടെയെങ്കിലും ചിലപ്പം ഇന്റർനെറ്റിന്റെ തടസ്സം കൊണ്ടെങ്ങാനും ഞങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുന്നെന്ന്, യാത്ര മുടങ്ങി നിൽക്കുന്നെന്ന് തോന്നി അന്നേരം വിളിക്കും, എന്ത് പറ്റി, ട്രാഫിക് ആണോ, നിങ്ങൾ അനങ്ങുന്നില്ലല്ലോ, എന്തെങ്കിലും കാര്യങ്ങൾക്ക് കയറിയതാണോ? കാത്തിരിക്കുക, നോക്കിയിരിക്കുക. കർത്താവിന്റെ വരവിനായിട്ട് നാം കാത്തിരിക്കുകയാണ്. ഇന്നലെയോ മിനിയാന്ന് നമ്മൾ വായിച്ചൊരു വേദവാക്യമുണ്ട്. തീത്തോസ് 2:13 വാക്യത്തിൽ നമ്മൾ വായിച്ചായിരുന്നു, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരുന്നും കൊണ്ട്. അപ്പൊ നമ്മൾ കാത്തിരിക്കുക. യാക്കോബ് അപ്പോസ്തലൻ 5-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു കൃഷിക്കാരൻ കൃഷി ഇറക്കിയിട്ട് കാത്തിരിക്കുന്നത് പോലെ, മഴയ്ക്കു വേണ്ടി കാത്തിരിക്കുന്നത് പോലെ കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്കായി നമ്മൾ കാത്തിരിക്കാം. ഞങ്ങളുടെ ചർച്ചില് മിക്കവാറും ഒക്കെ 2-3 കുടുംബങ്ങൾ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ അല്പം ദൂരത്തിലാണ്. അതിൽ ദൂരെയുള്ള ഒരു കുടുംബത്തില് ഒരു കൊച്ചു കുട്ടിയുണ്ട്. ഞങ്ങൾ ചെല്ലുന്നു എന്നറിഞ്ഞാൽ ആ കുട്ടി കാത്തിരിക്കും. ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഇറങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കും. അതിന്റെ പപ്പായോട് ചോദിക്കും, പപ്പ പാസ്റ്റങ്ങളൊക്കെ ഇറങ്ങി, എത്ര സമയം കൊണ്ട് വരും? അദ്ദേഹം പറയും, ഇത്ര സമയം. കൃത്യമായിട്ട് വാച്ച് നോക്കി
ഇരിക്കും. ആ കൃത്യസമയത്ത് ഞങ്ങൾ എത്തിയില്ലെങ്കിൽ ഉടൻ വിളി വരും. പാസ്റ്ററെങ്കിൽ ഇറങ്ങിയില്ലേ, എന്താ ലേറ്റ് ആകുന്നേ, ഞാൻ കാത്തിരിക്കുകയാണല്ലോ. ഇനിയും എത്ര സമയം എടുക്കും? ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് അനങ്ങത്തില്ല. 10 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും വിളിക്കും. 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇനി വന്നില്ലല്ലോ. പപ്പായുടെ അല്ലെ മമ്മിയുടെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത്. ഇതുപോലെ നാം കാത്തിരുന്നാൽ കർത്താവിനോട് ചോദിക്കും, താമസമെന്തോ, എന്തേ കാന്ത വരുവാൻ? അങ്ങ് വരാമെന്ന് പറഞ്ഞിട്ട് എന്തേ ഇതുവരെ വന്നില്ല? ഇന്നലെയും ഞങ്ങൾ കാത്തിരുന്നു അങ്ങ് വരുമെന്ന്, പക്ഷേ വന്നില്ലല്ലോ, എന്തു പറ്റി? നമ്മൾ അത്ര അഗാധമായ ആഗ്രഹത്തോടെ കർത്താവിനോട് ചോദിക്കാറുണ്ടോ? കർത്താവിന്റെ വരവിനായിട്ട് കാത്തിരിക്കുക. അതിനോട് ചേർത്ത് അടുത്തതും കൂടെ പറയാം. 11, ലവ് ഹിസ് അപ്പിയറിങ്. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വയ്ക്കുക. ലവ് ഹിസ് അപ്പിയറിങ്, കർത്താവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെക്കുക. കാത്തിരുന്നാൽ മാത്രം പോരാ, ഇഷ്ടപ്പെടുക, പ്രിയം വെക്കുക, കർത്താവിന്റെ വരവിനെ സ്നേഹിക്കുക. 2 തിമോഥെയോസ് 4:8 വാക്യത്തിൽ നമുക്ക് പരിചയമുള്ളതാണ്. ഞാൻ നല്ലപോലെ പൊരുതു ഓട്ടം തികച്ചു എന്ന് പൗലോസ് പറയുന്ന ആ ഭാഗത്ത്, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, അത് എനിക്ക് മാത്രമല്ല, പിന്നെ അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും തന്നെ. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെക്കുക എന്നുള്ളത് ആ പ്രയോഗമാണ്. ലവ് ഹിസ് അപ്പിയറിങ്. കർത്താവിന്റെ വരവിന് വേണ്ടിയിട്ട് പറയപ്പെടുന്ന ഒരു ഗ്രീക്ക് വാക്കുണ്ട്, പറൂസിയ എന്നാണ് അർത്ഥം. പറൂസിയ, PAROUSIA, പറൗസിയ എന്നാണ് പറയുന്നത്. പറൂസിയ, PAROUSIA, പറൂസിയ. പറൂസിയയുടെ അർത്ഥം പ്രത്യക്ഷത എന്നാണ്. ആ പ്രത്യക്ഷതയുടെ ആ പറൂസി എന്ന പദത്തിന്റെ അർത്ഥം അറൈവൽ ഓഫ് എ ഡിയർ വൺ. അറൈവൽ ഓഫ് എ ഡിയർ വൺ, വളരെ പ്രിയപ്പെട്ട ഒരാളിന്റെ വരവെന്നാണ് അർത്ഥം. ആരുടെയെങ്കിലും അല്ല, പ്രിയപ്പെട്ട ഒരാൾ, നമുക്ക് വളരെ പ്രിയനായ ഒരുത്തന്നെ. ചിലപ്പോഴൊക്കെ നമ്മൾ കാണാറില്ലേ, ഏതെങ്കിലും ഒരു രാഷ്ട്ര നേതാവ് നമ്മുടെ രാജ്യത്ത് വന്നു എങ്കിൽ ചിലരെ കുറിച്ചൊക്കെ എഴുതും, പ്രധാനമന്ത്രി നേരിട്ട് പോയി അദ്ദേഹത്തെ സ്വീകരിച്ചു. എല്ലാവരെയും സ്വീകരിക്കുവാൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഒക്കെ നേരിട്ട് പോകാറില്ല. എന്നാൽ ചിലരെ സ്വീകരിക്കുവാൻ അവർ നേരിട്ട് പോകും, പ്രോട്ടോകോൾ ഇല്ലെങ്കിൽ കൂടെ. എന്താ അവര് തമ്മിലുള്ള ആ ബന്ധമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ജ്യേഷ്ഠന്റെ മക്കൾ 3 പേരുണ്ട്. മൂത്തത് 2 പെൺകുട്ടികളാണ്. ഇളയത് മകന, അവൻ അന്ന് കുഞ്ഞ. ഞാൻ സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് മാസത്തിൽ ഒരിക്കൽ വീട്ടിൽ വരും.
ഫോണൊന്നും ചെയ്യാറില്ല, പക്ഷെ വീട്ടിൽ വരുന്ന ആഴ്ച അറിയാം. മാസത്തിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് അവധിയുണ്ട്. ഞാൻ വരുന്ന ഏകദേശം ഒരു സമയത്ത് ഈ 2 കുട്ടികളും ഇങ്ങനെ കാത്തിരിക്കും. എന്റെ വെട്ടായം കാണുമ്പോൾ ഇതുങ്ങൾ രണ്ടും കൂടെ ഓട്ടം തുടങ്ങും. കൊച്ചു പെൺകുട്ടികളാ. ഓടി ആദ്യം ആരാ എൻ്റെ അടുത്ത് വരുന്നതെന്ന മത്സരത്തിലാണ് ഓടുന്നത്. ഓടി വന്ന് ചാടി ദേഹത്ത് കയറും. അവർ കാത്തിരിക്കുക അവർക്ക് പ്രിയപ്പെട്ട ഒരാളിന്റെ വരവിന് വേണ്ടി. അപ്പോൾ വളരെ പ്രിയനായ ഒരാളിന്റെ വീട്ടിലേക്കുള്ള ആഗമനത്തിനായി വളരെ പ്രിയപ്പെട്ട് സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് കൊതിയോടെ കാത്തിരിക്കുന്ന അവസ്ഥയാണ് പൗലോസ് ഇവിടെ പറയുന്നത് അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ചിരിക്കുന്ന എന്ന്. നമ്മൾ ഒരു വീട്ടിലേക്ക് ചെല്ലുന്നത് അവർക്ക് ഇഷ്ടമില്ല എന്ന് മനസ്സിലായാൽ നമ്മൾ പിന്നെ വീട്ടിൽ പോകുമോ? സുവിശേഷം അറിയിക്കാൻ പോകും, അത് വേറെ കാര്യം. ഒരാൾക്ക് നമ്മളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലും സുവിശേഷം അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകും. അതല്ലാതെ ഒരു വിരുന്നിനായിട്ടോ വെറും നമ്മുടെ പെന്തക്കോസ്ത് ഭാഷയിൽ പറഞ്ഞാൽ വിസിറ്റിങ്ങിനായിട്ടോ സന്ദർശനത്തിനായിട്ടോ നമ്മൾ പോകത്തില്ല. നമ്മുടെ സാന്നിധ്യം ഇഷ്ടമില്ലാത്ത ഒരാള് കല്യാണത്തിന് ക്ഷണിച്ചാൽ പോലും നമുക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നമ്മൾ പറയും, എന്തിനാ വെറുതെ സ്വർഗത്തിലെ കട്ടുറുമ്പാകുന്നത്? പോകാറില്ല. അപ്പൊ കർത്താവിന്റെ വരവിനെ നമ്മൾ അത്യാർത്തിയോടെ കാത്തിരിക്കുന്നവരായി തീരുക. Those who have loved and yearned for and welcomed his appearing. വളരെ കൊതിയോടെ കാത്തിരിക്കുന്ന, എപ്പോൾ വരുമെന്ന് നോക്കി ആ കുഞ്ഞുങ്ങൾ ഓടി വരുന്നത് പോലെ എപ്പോൾ ഒരു ചെറിയ ഛായെങ്കിലും കണ്ടാൽ ഓടിയെത്തണമെന്നുള്ള ആ കൊതിയോടെ മറ്റെല്ലാം മറന്ന് കാത്തിരിക്കുന്ന ഒരവസ്ഥ. കർത്താവിന്റെ വരവിനെ അത്രയ്ക്ക് നമുക്ക് പ്രിയപ്പെടാം. സ്തോത്രം. അല്ലാത്തവർക്ക് കർത്താവിന്റെ വരവ് ഭീതിജനകമാണ്. അവർ കർത്താവിന്റെ വരവിൽ സന്തോഷിക്കത്തില്ല. അപ്പൊ കർത്താവിന്റെ വരവിനെ നമുക്ക് പ്രിയപ്പെടാം, സ്നേഹിക്കാം. ലെറ്റ്സ് ലവ് ദി അപ്പിയറിംഗ് ഓഫ് അവർ ലോർഡ്. ഹി ഈസ് അവർ ബിലൗഡ് വൺ. ഈ കർത്താവ് നമ്മുടെ പ്രിയനാണ്. ആ പ്രിയന്റെ പ്രത്യക്ഷതയെ നമുക്ക് പ്രിയപ്പെടാം, അതിൽ നമുക്ക് പ്രിയം വയ്ക്കാം. അടുത്തത്, be busy in the business of the master. Be busy in the master's business. കർത്താവിന്റെ കാര്യങ്ങളിൽ അവന്റെ വരവ് വരെയും നാം ബദ്ധരായിരിക്കുക.
ബി എൻഗേജ്ഡ് ഇൻ ക്രൈസ്റ്റ് ബിസിനസ്. ക്രിസ്തുവിന്റെ കാര്യങ്ങളിൽ കർത്താവിന്റെ വരവ് വരെ നാം തിരക്കുള്ളവരായിരിക്കുക, ബന്ധപ്പെട്ടിരിക്കുക. നമ്മളൊക്കെ ബിസിയാ. പക്ഷേ ഏത് വിഷയത്തിലാ? സ്വന്തം കാര്യങ്ങളിലാണോ ദൈവത്തിന്റെ കാര്യങ്ങളിലാണോ? സ്വന്തം കാര്യങ്ങൾ. സ്വന്തം കാര്യങ്ങളിലാണ്. നമ്മുടെ കാര്യങ്ങളിൽ നാം ബന്ധപ്പെട്ടിരിക്കുന്നാൽ, തിരക്കുള്ളവരായിരുന്നാൽ, കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. കർത്താവ് നമ്മളെ പഠിപ്പിച്ച ദൃഷ്ടാന്തങ്ങൾ, ഉപമകൾ, ഉപദേശങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം പല ദൃഷ്ടാന്തങ്ങളുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 13 മുതൽക്കുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. പല ദൃഷ്ടാന്തങ്ങൾ പലയിടങ്ങളിൽ നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. താലന്തുകളുടെ ഉപമയും ഒക്കെ കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് കണ്ട് മറ്റു പല കാര്യങ്ങളിലും പലരും ഏർപ്പെടുവാൻ തുടങ്ങുന്നു. ദൂരദേശത്തേക്കൊരു യജമാനൻ പോകുമ്പോൾ തൻ്റെ ജോലിക്കാരെയൊക്കെ വിളിച്ച് താലന്തുകൾ വ്യാപാരം ചെയ്യുന്നതിന് വേണ്ടി കൊടുത്തത് നമുക്കറിയാം. എന്തിനാ കൊടുത്തത്? ഞാൻ വരുവോളം, അതായത് ഞാനിപ്പം പോകുമ്പം വേറെ ആരുടെയെങ്കിലും ഒക്കെ കാര്യങ്ങളിൽ ഏർപ്പെട്ട സമയം കളയാതിരിക്കാൻ, സ്വാമിയുടെ യജമാനന്റെ വിഷയങ്ങളിൽ തന്നെ ഇവർ തിരക്കുള്ളവരായിരിക്കാൻ കുറച്ച് കാര്യങ്ങൾ കൊടുത്ത. നമ്മുടെ ടീച്ചർമാര് ക്ലാസ്സിൽ കുട്ടികൾക്ക് ക്ലാസ് വർക്ക് കൊടുക്കുന്നത് പോലെ, ടീച്ചറിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോകണമെങ്കിൽ പറയും, ആ പിള്ളേരെല്ലാം ഇതുപോലെ ചെയ്തേ, ഞാനിപ്പോ വരിക. അത് ഏൽപ്പിക്കാതെ പോയ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും സംസാരവും എഴുന്നേറ്റ് നടപ്പൊക്കെ ആവും. അവധിക്കാലത്ത് പോലും ഹോംവർക്ക് കൊടുത്തു വിടുന്നത് പോലെ കുട്ടികൾ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുക, മറ്റൊന്നിലും ഏർപ്പെട്ട്, കളികളിൽ ഏർപ്പെട്ട്, വിരുന്നിന് പോയി ഒന്നും ചെയ്യാതിരിക്കാൻ. കഴിഞ്ഞ ദിവസം ഞാൻ പേപ്പറിൽ വായിച്ചു, UK-യിലാണെന്ന് തോന്നുന്നു, അനുവദിക്കപ്പെട്ട അവധിയിൽ കൂടുതൽ കുട്ടികൾ സ്കൂളിൽ നിന്നും എടുത്താൽ പേരൻസിന് ഫൈൻ അടിക്കുന്നു. പലപ്പോഴും പിള്ളേരെ വിളിച്ചുകൊണ്ട് സ്കൂളിൽ നിന്ന് അവധിയെടുത്ത് കറങ്ങാൻ പോകും ഈ പേരൻസ്. ഭാരിച്ച തുക ഫൈൻ ഇടുന്നതായിട്ട് ഞാൻ പേപ്പറിൽ വായിച്ചു 2-3 ആഴ്ചയ്ക്ക് മുമ്പ്. അപ്പം കർത്താവിന്റെ വരവിൽ നാം എടുക്കപ്പെടണമെങ്കിൽ കർത്താവിന്റെ വിഷയങ്ങളിൽ നമ്മൾ ശ്രദ്ധാലുക്കളാകണം, തിരക്കുള്ളവരാകണം. പക്ഷെ നമ്മൾ നമ്മുടെ കാര്യങ്ങളിലെ തിരക്ക് പിടിച്ച് നടക്കുന്നത്, നമുക്ക് നേരെ ഇല്ലെന്നാ പറയുന്നത്. ഇന്നും ഞാൻ ഒരാളോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ആത്മീയ ജീവിതമൊക്കെ? കുഴപ്പമില്ല.
കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ ചർച്ചില് ഞാൻ സന്ദേശത്തിനിടയിൽ ആത്മീയ ജീവിതത്തെ സംബന്ധിച്ച് പറഞ്ഞു. അന്നേരം ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഹിന്ദിയിലായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, आत्मिकता की चोटी पर है या घाटी में है? ആത്മീയ ജീവിതത്തിന്റെ താഴ്വരകളിലാണോ അതോ കുന്നിന്മുകളിലാണോ ജീവിതത്തിന്റെ അവസ്ഥ? അത് ഞാൻ ഇന്ന് വ്യക്തിപരമായ ഒരാളിനോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, രണ്ടിടത്തും അല്ല, നടുക്കാണ്. അങ്ങ് താഴ്വരയിലുമല്ല മുകളിലുമല്ല, നടുക്ക. വീണ്ടും ഞാൻ ചോദിച്ചു, സ്നാനപ്പെട്ട സമയത്തേക്കാൾ ആത്മീയ നിലവാരം ഉയർന്നോ താണോ? പറഞ്ഞു, താണു. രണ്ടുമുണ്ട്, ചിലപ്പോൾ താഴും ചിലപ്പോൾ ഉയരും. ഞാൻ ചോദിച്ചു, കൂടുതലും താഴുകയാണോ ഉയരുകയാണോ? കൂടുതലും വീഴ്ചയാണെന്ന് പറഞ്ഞു. കാരണം എന്തൊക്കെയാണെന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് സമയത്തിന്റെ പ്രശ്നം. സമയമില്ല. മറ്റെല്ലാറ്റിനും നമുക്ക് സമയമുണ്ട്. തമ്പുരാന്റെ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം നമുക്ക് സമയമില്ല. നാം തിരക്കാം, ഭയങ്കര തിരക്കാം. പക്ഷേ ദൈവത്തിനായിട്ട് നമുക്ക് സമയമില്ല. ഞാൻ ഈ ഞായറാഴ്ച തൊട്ടിങ്ങോട്ട് രണ്ടുപേരോട് ഞാൻ സമയത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു. രണ്ടിലധികം പേരോട്, പക്ഷെ വളരെ വ്യക്തിപരമായിട്ട് അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കണക്ക് പറഞ്ഞു. കണക്ക് പറഞ്ഞപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞവർക്ക് കുറഞ്ഞത് ഒരു 3 മണിക്കൂർ വീതമെങ്കിലും കണക്കിൽപ്പെടാതെ അവരുടെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞു, ആ 3 മണിക്കൂറിൽ 1 മണിക്കൂറെങ്കിലും തമ്പുരാന് കൊടുത്തുകൂടെ? സമയമില്ല എന്നുള്ളത് വെറും ഒരു ഒഴികഴിവെന്നേ ഉള്ളൂ. കർത്താവിന്റെ വരവിൽ നാം എടുക്കപ്പെടണമെങ്കിൽ കുഞ്ഞാടിന്റെ കാന്ത തന്നെത്താൻ ഒരുക്കുന്ന ഈ 11ാമത്തെ രീതി നാം അനുവർത്തിക്കണം. കർത്താവ് വരുവോളം കർത്താവിന്റെ വിഷയങ്ങളിൽ തിരക്കുള്ളവരായി ബദ്ധരായിരിക്കുക. മറ്റു കാര്യങ്ങളിൽ ബദ്ധരായിരുന്നാൽ കർത്താവ് വരും, തനിക്കുള്ളവരെ കൊണ്ടുപോകും, നാം കൈവിടപ്പെട്ടു പോകും. ജോലി ചെയ്യരുതെന്നോ സ്കൂൾ കോളേജിൽ പോകരുതെന്നോ ഒന്നുമല്ല ഇതിന്റെ അർത്ഥം. ഇതിനെല്ലാം നടുവിലും നമുക്ക് 1-ാം സ്ഥാനം എന്നുള്ളത് ദൈവീക വിഷയങ്ങൾ ആകണം. ദൈവിക വിഷയങ്ങളാകണം. അടുത്തത് സ്തോത്രം. engage or be engaged in business until I come. ലൂക്കോസ് 19:13 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്, എൻഗേജ് ഇൻ ബിസിനസ് അൻറ്റിൽ ഐ കം. ഞാൻ വരുന്നതുവരെ എൻ്റെ തൊഴിലിൽ, എൻ്റെ വ്യാപാരത്തിൽ, എൻ്റെ ബിസിനസ്സിൽ നിങ്ങൾ തിരക്കുള്ളവരായിരിക്കുക. വേറെ ആരുടേതിലും അല്ല. സ്തോത്രം. അതിനോട് ചേർത്ത് ഞാൻ ഒരു കാര്യം കൂടെ അങ്ങ് പറഞ്ഞുവിടാം. ഇപ്പൊ പറഞ്ഞത് നമ്മുടെ കാര്യങ്ങളിൽ
നാം പലപ്പോഴും തിരക്കുള്ളവരായിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ കാര്യത്തെ നോക്കാൻ ആരില്ല. അതിനും ഒരു പടി കൂടെ കടന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. റാദർ ബി ബിസി വിത്ത് ദ ലോർഡ് ദാൻ ഫോർ ദ ലോർഡ്. ദൈവത്തിനു വേണ്ടി, കർത്താവിന് വേണ്ടി തിരക്കുള്ളവരായിരിക്കുന്നതിനേക്കാളും കർത്താവിനോട് കൂടെ തിരക്കുള്ളവരായിരിക്കണമെന്നാണ് കർത്താവിന്റെ ആഗ്രഹം. 3 കാര്യങ്ങളെയാണ് നാം കോർത്തിണക്കിയത്. സ്വന്തം കാര്യങ്ങളെക്കാൾ ദൈവത്തിന്റെ കാര്യങ്ങളിൽ നാം തിരക്കുള്ളവരായിരിക്കുക. അടുത്തത് നമ്മൾ പറഞ്ഞത് ദൈവത്തിന്റെ കാര്യങ്ങളിൽ അല്ലെ ദൈവത്തിന് വേണ്ടി ബദ്ധരായിരിക്കുന്നതിനേക്കാളിലും ദൈവത്തോടു കൂടെ, കർത്താവിനോട് കൂടെ ബദ്ധരായിരിക്കുക എന്നുള്ളതാണ്. കർത്താവിനോട് കൂടെ ബദ്ധരായിരിക്കുക. നല്ല ഉദാഹരണമാണ് 2 ആന്റിമാര്. അറിയാമല്ലോ ആന്റിമാരെ നമുക്ക്. മാർത്ത ആൻഡ് മേരി. യെസ്, മാർത്തയും മറിയയും. Martha was busy for the Lord, whereas Mary with the Lord. Jesus appreciated Mary or commended about Mary and condemned Martha. കർത്താവിന് വേണ്ടിയായിരുന്നു മാർത്ത അധ്വാനിച്ചത്. പക്ഷെ കർത്താവ് അവളെ ശാസിച്ചു ആ വിഷയം. കർത്താവിന് വേണ്ടി തിരക്ക് പിടിച്ചതിലല്ല, കർത്താവിനോട് കൂടെ തിരക്കുള്ളവൾ ആകാഞ്ഞതിലാണ് കർത്താവ് ശാസിച്ചത്. ഇന്ന് നമ്മളൊക്കെ കർത്താവിന് വേണ്ടി അങ്ങ് ഓടും. ചിലപ്പോൾ കർത്താവ് പറയുന്നത് ബി വിത്ത് മീ, എന്നോടൊപ്പം നിങ്ങൾ തിരക്കുള്ളവരായിരിക്കും. സ്തോത്രം. നാം കർത്താവിനോടൊപ്പം തിരക്കുള്ളവരായിരുന്നാൽ സമയാസമയങ്ങളിൽ കർത്താവ് നമ്മളെ തനിക്ക് വേണ്ടി അയച്ചോളും. സ്തോത്രം. അതാണ് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത വിഷയത്തിൽ നമ്മൾ കാണുന്നത്. മർക്കോസ് 3:13 മുതൽക്കുള്ള വാക്യങ്ങളിൽ, മാർക്ക് 3:13 ഫോളോയിങ്, അവിടെ കർത്താവ് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത ലക്ഷ്യം പറയുന്നുണ്ട്. 3 കാര്യങ്ങളാ: തന്നോട് കൂടെ ഇരിപ്പാനും, പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും, പിന്നെ രോഗികളുടെ മേലും ഭൂതങ്ങളുടെ മേലും ഒക്കെ അധികാരം ഉണ്ടാകേണ്ടതിന്. കണ്ടോ, ഒന്നാമത്തേത് എന്താണ്? അവനോട് കൂടെ ഇരിക്കുക. Jesus chose the apostles for 3 key purposes. First one was to be with him. Second comes to be sent. And the third one was to exercise divine authority over infirmities and demon spirits. ഒന്നാമത്തേത് അയക്കപ്പെടാനും അധികാരത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാനുമൊക്കെ അടിസ്ഥാനപരമായി വേണ്ടത് കർത്താവിനോട് കൂടെ ഇരിക്കുക എന്നുള്ളത്. അതാണ് ക്രിസ്തുവിനോട് കൂടെ തിരക്കുള്ളവരായിരിക്കുക. അങ്ങനെയുള്ളവരെയാണ് കർത്താവ് ചേർക്കുന്നത്. കർത്താവിന് വേണ്ടി ഓടുന്നവരെ അല്ല കർത്താവിന് ആവശ്യം. നമ്മൾ നേരത്തെ ഒരു പ്രയോഗം
പറഞ്ഞിട്ടുണ്ട്, ഓർമ്മ കാണും. ഒത്തിരി നാളായി നമ്മളിത് പറഞ്ഞിട്ട്, ആവർത്തിക്കട്ടെ. Christ is in search not of servants, but friends. കർത്താവിന് സേവിതന്മാരെ അല്ല വേണ്ടത്, സ്നേഹിതന്മാരെയാണ്. കർത്താവിന് സേവ ചെയ്യുന്ന സേവിതന്മാരെ, സെർവൻസിനെ അല്ല. കർത്താവ് അന്വേഷിക്കുന്നത് കൂടെ ഇരിക്കുന്ന സ്നേഹിതന്മാരെയാണ്, ഫ്രണ്ട്സിനെയാണ്. അപ്പം കർത്താവിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കുന്നതിന്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം. കർത്താവിന്റെ വേലയിൽ, കർത്താവിന്റെ വിഷയങ്ങളിൽ, യജമാനന്റെ തൊഴിലിൽ നാം ബദ്ധരായിരിക്കുക. അതിനോട് ചേർത്ത് പറഞ്ഞു, കർത്താവിന് വേണ്ടിയുള്ള ബദ്ധതയേക്കാൾ കർത്താവിനോട് കൂടെയുള്ള തിരക്കും ബദ്ധതയുമാണ് കർത്താവ് അധികം ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിലേ കർത്താവിന്റെ വരവിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കുവാനായിട്ട് സാധ്യമാവുകയുള്ളൂ. അടുത്തത്, ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടോ? ഇല്ല. അടുത്തത്, ബി ഫെയ്ത്ത്ഫുൾ. വിശ്വസ്തരായിരിക്കുക. വിശ്വസ്തരായിരിക്കുക. മത്തായി 25:19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. മാത്യു 25:19-21. നമ്മളൊക്കെ നമ്മുടെ പ്രാർത്ഥനകളിലും പ്രബോധനങ്ങളിലും ഉരുവിടാറുള്ള ഒരു പ്രയോഗമാണ്. നല്ലവനും വിശ്വസ്തനുമായ എന്ന വിളി കേൾക്കാൻ കർത്താവേ ഞങ്ങൾക്ക് കൃപ ചെയ്യണേ. വിശ്വസ്തരായിരിക്കുക. എന്തിലൊക്കെ? ദൈവം നമ്മോട് പറഞ്ഞതിൽ, കൽപ്പിച്ചതിൽ, നമ്മൾ ദൈവത്തോട് ഉടമ്പടി ചെയ്തതിൽ, ദൈവം നമ്മെ ഭരമേൽപ്പിച്ചതിൽ ഒക്കെ നാം വിശ്വസ്തത പുലർത്തും. Be faithful in obeying what he has commanded. കർത്താവ് നമ്മോട് കൽപ്പിച്ചത് അനുസരിക്കുവാൻ വിശ്വസ്തരാകുക. നമ്മൾ കർത്താവിനോട് ഉടമ്പടി ചെയ്തത്, what we have committed unto the Lord, be faithful in what we have committed, in our commitment, in our promises, in our decisions. നമ്മുടെ തീരുമാനങ്ങളിൽ, നമ്മൾ ദൈവത്തോട് പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ, നമ്മൾ ദൈവത്തോട് ചെയ്ത ഉടമ്പടികളിൽ, അങ്ങോട്ട് പറഞ്ഞവയിൽ നാം വിശ്വസ്തത പുലർത്തുക. ദൈവം നമ്മെ ഏൽപ്പിച്ചവയിൽ, what the Lord has entrusted, കർത്താവ് നമ്മെ ഭരമേൽപ്പിച്ചതിലും നാം വിശ്വസ്തരാകും. ദൈവത്തിന് വിശ്വസ്തന്മാരെയാണ് വേണ്ടത്. സ്തോത്രം. വഞ്ചകരെ, ചതിയന്മാരെ ഒന്നും കർത്താവിന് വേണ്ട.
ദൈവം നമ്മെ ഏൽപ്പിക്കുന്നതിൽ നമുക്ക് അല്പമേ ശക്തി ഉള്ളെങ്കിലും, അല്പമേ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളെങ്കിലും നമ്മൾ അതിൽ വിശ്വസ്തരായിരിക്കും. അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിന് വിചാരകനാക്കും എന്ന തിരുവെഴുത്ത് നാം ഓർക്കുമല്ലോ. നമ്മൾ പലപ്പോഴും ഒത്തിരി വേണം, ഒത്തിരി കാര്യങ്ങളിൽ ദൈവം നമ്മെ അധികാരികളാക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ദൈവം നമ്മെ ഏൽപ്പിച്ച ലഘുവായ കാര്യങ്ങളിൽ, അല്പമായ വിഷയങ്ങളിൽ, നിസ്സാര വിഷയങ്ങളിൽ നമ്മൾ വിശ്വസ്തരാകാറില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് ദൈവം നമ്മെ അധികത്തിന് വിചാരകരാക്കുന്നില്ല എന്ന വസ്തുത അറിയാതിരിക്കരുത്. നമുക്കറിയാം, പഴയ നിയമത്തിലെ ഏശാവിനേക്കാൾ ദൈവം യാക്കോബിനെയാണ് തിരഞ്ഞെടുത്തത്, ഇഷ്ടപ്പെട്ടത്. മറ്റൊന്നും കൊണ്ടല്ല, ഏശാവ് വളരെ ലാഘവ ബുദ്ധിക്കാരനായിരുന്നു. ഗൗരവമായി കാണേണ്ടതിനെ ഗൗരവമായി കാണാതെ എല്ലാം സാമട്ടിൽ കൈകാര്യം ചെയ്യുന്നവനായിരുന്നു. എന്നാൽ യാക്കോബ് അങ്ങനെയായിരുന്നില്ല. അപ്പോൾ ദൈവം നമ്മെ വിശ്വസ്തരായിട്ട് കണ്ടതല്ല, വിശ്വസ്തരെന്ന് നമ്മെ എണ്ണി. പൗലോസ് തിമോത്തിയോസിനോട് പറയുമ്പോൾ പറയുന്നുണ്ട്, വിശ്വസ്തനെന്ന് എന്നെ എണ്ണി ശുശ്രൂഷ ഫലമേൽപ്പിച്ചു. സ്തോത്രം. അപ്പൊ നമ്മളെയും ദൈവം വിശ്വസ്തരെന്ന് കണ്ടതല്ല, കാരണം നമ്മളാരും വിശ്വസ്തന്മാരല്ല. പക്ഷെ നമ്മളെ വിശ്വസ്തരെന്ന് കർത്താവങ്ങ് എണ്ണി. സ്തോത്രം. God did not find us faithful, but he counted us faithful. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ദൈവം നമ്മളെ വിശ്വസ്തന്മാരെന്ന് എണ്ണി എന്നതുകൊണ്ട് നമുക്കൊരു കടമയുണ്ട്, വിശ്വസ്തന്മാരെന്ന് നമ്മെ തെളിയിക്കണം. സ്തോത്രം. ദൈവം നമ്മിൽ നിന്നും ഗ്രഹവിചാരകന്മാർ എന്ന നിലയിൽ വിശ്വസ്തത ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 4 ആദ്യ വാക്യങ്ങളിൽ പൗലോസ് അത് പറയുന്നുണ്ട്. ഗ്രഹവിചാരകന്മാരിൽ ദൈവം അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നുള്ളത് തന്നെ. അപ്പോൾ നാം വിശ്വസ്തരാകണം എല്ലാറ്റിലും. കുടുംബജീവിതത്തിൽ വിശ്വസ്തത, ആത്മീയ ജീവിതത്തിൽ വിശ്വസ്തത, ശുശ്രൂഷകളിൽ വിശ്വസ്തത, സാമ്പത്തിക വിഷയങ്ങളിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ എന്ന് വേണ്ട സകലത്തിലും. അടുത്തതൊന്ന്, കർത്താവിന്റെ വരവിനെ പ്രത്യാശിക്കുക. ഹോപ്പ് ഫോർ ഹിസ് കമ്മിങ്. 1 Peter 1:13, 1 പത്രോസ് 1:13 വാക്യം. കർത്താവിന്റെ വരവിനെ പ്രത്യാശിക്കുന്നവരാണ്. നമുക്ക് വേറെ ഒരു പ്രത്യാശയില്ല. രാഷ്ട്രീയ ലോകത്ത് നമുക്ക് പ്രത്യാശകളൊന്നുമില്ല. പ്രകൃതിയിൽ നിന്ന് പ്രത്യാശയ്ക്ക് വകയൊന്നുമില്ല. ജോലിയിൽ, ആരോഗ്യത്തിൽ,
അങ്ങനെ വേറെ ഒരു പ്രത്യാശയ്ക്കും വകയില്ല. നമ്മുടെ ഏക പ്രത്യാശ നമ്മുടെ കർത്താവിന്റെ വരവാ. സ്തോത്രം. ആ പ്രത്യാശ ഉള്ളവരായി നാം ഇരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അപ്രത്യാശ ഉണ്ടെങ്കിലേ കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കാൻ പറ്റത്തുള്ളൂ, പ്രിയം വയ്ക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ കർത്താവിന്റെ വരവിൽ പ്രത്യാശിച്ച് നാം കാത്തിരിക്കണം. പ്രത്യാശ നമ്മുടേത് നഷ്ടപ്പെട്ടു പോകരുത്, ഇല്ലാതെയായി തീരരുത്. പൗലോസ് അപ്പോസ്തലൻ മരിച്ചവരെ കുറിച്ചുള്ള ഓർമ്മകളെ സംബന്ധിച്ച്, മരിച്ചവരെ കുറിച്ചുള്ള ജനത്തിന്റെ സമീപനത്തെ സംബന്ധിച്ച് 1 തെസ്സലോനിക്കർ 4:13 പറയുമ്പോൾ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിങ്ങൾ ദുഃഖിച്ച് കരയുന്നവരായി തീരരുത് എന്ന് പറയുന്നു. അപ്പൊ പ്രത്യാശ ഉള്ളവരും ഇല്ലാത്തവരും ഈ ലോകത്തിലുണ്ട്. നമ്മുടെ ആഗമനമായ ജീവിതത്തിന്റെ അടിസ്ഥാനം ക്രിസ്തുവിന്റെ മടങ്ങിവരവിലുള്ള നമ്മുടെ പ്രത്യാശയാണ്. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ്, ജനുവരിയിൽ ആദ്യ ആഴ്ചകളിലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, ഞങ്ങളുടെ ചർച്ചിലെ ഞായറാഴ്ചത്തെ സഭായോഗത്തിൽ മരണഭയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. മരണഭയം ഇല്ലാത്ത എത്ര പേരുണ്ടെന്ന് ചോദിച്ചപ്പോൾ ചിലർ കൈപൊക്കി. അതിലൊരാൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ഒരാളായിരുന്നു. മന്ത്രവാദം, വിഗ്രഹാരാധന, നേർച്ച കാഴ്ചകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി അന്ന് ഞങ്ങളുടെ സഭായോഗത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹവും കൈപൊക്കി. ഞാൻ എടുത്തു ചോദിച്ചു, മരണത്തെക്കുറിച്ച് ഭയമില്ലേ? അദ്ദേഹം പറഞ്ഞു, ഒട്ടുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഭയമില്ലെന്ന് പറയുന്നതും ഞങ്ങൾക്ക് ഭയമില്ലെന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ മരിച്ചാൽ എവിടെ പോകും, അതിനപ്പുറത്തേക്കുള്ള ജീവിതത്തെക്കുറിച്ച് കാണാൻ വലിയ ബോധ്യമുണ്ടോ? ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ മരിച്ചാൽ ഇപ്പോഴത്തെ കഷ്ടവും പ്രയാസവും ഒക്കെ തീരും, ഇതിൽ നിന്നൊരു മോചനം പ്രാപിക്കാമല്ലോ എന്ന ഒരു പ്രതീക്ഷയെ അദ്ദേഹത്തിനുള്ളൂ. എന്നാൽ നമ്മെ സംബന്ധിച്ച് അതല്ല. പ്രത്യാശ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. ആ പ്രത്യാശയെക്കുറിച്ച് നമ്മൾ 6-7 കൂട്ടം കാര്യങ്ങൾ പറയാറുണ്ട്. അതെല്ലാം കൂടെ ചേർത്താണ് ഈ പ്രത്യാശ എന്ന് പറയുന്നത്. ഓർമ്മ കാണുമായിരിക്കുമല്ലോ. ഓർമ്മയുണ്ടോ അതോ മറന്നുപോയോ? ജീവനുള്ള പ്രത്യാശ. അല്ല, അത് പ്രത്യാശയുടെ വിശേഷണങ്ങളാണ്. നമ്മുടെ പ്രത്യാശ എന്താണെന്നുള്ളത്, യേശു വരും, കർത്താവായ യേശു ക്രിസ്തു വരും, ആമേൻ, നാം അവനോട് പോകും, പ്രൈസ് ഗാഡ്, നാം അവനെ പോലെ ആയിരിക്കും. അതെ അതെ, ആ ബാക്കി ഭാഷ ഒരു സംഗതിയാ. നമ്മുടെ കർത്താവ് വരും, കർത്താവ് നമ്മെ തൻ്റെ കൂടെ കൊണ്ടുപോകും, നാം കർത്താവിനോട് കൂടെ ആയിരിക്കും, താൻ ഇരിക്കുന്ന ഇടത്ത് നമ്മെയും ഇരുത്തും. നമ്മുടെ കർത്താവിനെ
താൻ ഇരിക്കുന്നത് പോലെ നാം കാണും. അതുകൊണ്ട് നാം നമ്മുടെ കർത്താവിനോട് സദൃശന്മാരാകും. സദൃശന്മാർ. ആമേൻ. സ്തോത്രം. എന്നിട്ട് നാം നമ്മുടെ കർത്താവിനെ തന്നെ നമ്മുടെ നിത്യ അവകാശമായി പ്രാപിക്കും. സ്തോത്രം. ഈ വിധമായ സംഗതികളാണ് നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശയോടെ നാം ജീവിക്കണം. ഈ പ്രത്യാശ നമ്മെ വിശുദ്ധീകരിക്കുന്ന പ്രത്യാശയാ. അതാണ് നാം 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ കാണുന്നത്. 2-ാം വാക്യത്തിൽ പറയുന്നു, നാം ഇപ്പോൾ ദൈവമക്കളാണ്. 1 John 3:2. നാം ഇപ്പോൾ ദൈവമക്കളാണ്, എന്നാൽ ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. എന്നാൽ നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ കാണുന്നതാകൊണ്ട് നാം നമ്മുടെ കർത്താവിനോട് സദൃശന്മാരാകും. 3-ാം വാക്യം പറയുന്നു, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം താൻ യേശുക്രിസ്തു നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ എന്ന് വെച്ചാൽ നമ്മളെ തന്നെ നിർമ്മലീകരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഈ പ്രത്യാശയുള്ളവരാകണം. എപ്പോഴും നമ്മുടെ അകത്ത് ജ്വലിച്ചു നിൽക്കേണ്ട പ്രത്യാശ ഇതാ: യേശു വരും, യേശു എന്നെ കൂടെ കൊണ്ടുപോകും, ഞാൻ അവനോട് കൂടെ, അവൻ ഇരിക്കുന്ന ഇടത്ത് അവനെ പോലെ. എത്ര ശ്രേഷ്ഠകരമായ ഈ അറിവ് നമ്മുടെ അകത്ത് ജ്വലിച്ചു നിൽക്കണം. എങ്കിലേ നമുക്ക് അവന്റെ പ്രത്യക്ഷതയെ പ്രിയം വയ്ക്കാൻ നോക്കിയിരിക്കാനും കഴിയത്തുള്ളൂ. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? സ്തോത്രം. ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ? സ്തോത്രം. നാം കർത്താവിനോട് കൂടെ ഇരുന്നാൽ അവൻ നമ്മെ അവന് വേണ്ടി അയക്കും എന്ന് പറഞ്ഞതിന് മറിയ മാർത്തയുടെ ഒരു ഉദാഹരണം പറഞ്ഞു. അതിന് ഏതെങ്കിലും വാക്യം കോട്ട് ചെയ്യാനുണ്ടോ? അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത കാര്യം മർക്കോസ് 3:13 തൊട്ടുള്ള വാക്യങ്ങളാ പറഞ്ഞത്. 3 വർഷത്തിൽ പരം ആ ശിഷ്യന്മാരെ കൂടെ ഇരുത്തി. എന്നിട്ട് എന്ത് ചെയ്തു? പ്രസംഗിക്കാൻ അയച്ചു. ലൂക്കോസ് 10-ാമത്തെ അധ്യായത്തിൽ കാണുന്നു. മത്തായി 9-10 അധ്യായങ്ങളിലുണ്ട്. ഈ ശിഷ്യന്മാരെ കർത്താവ് എന്ത് ചെയ്തു? അയച്ചു. വേറെ ആരെയുമല്ല അയച്ചത്, കൂടെ ഇരുന്നവരെയാണ് അയച്ചത്. കൂടെ ഇരുന്നവരെയാണ് ക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം ലോകത്തെമ്പാടേക്കും അയച്ചത്. ക്രിസ്തു കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഇസ്രായേൽ ഗൃഹത്തിൽ മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞയച്ചു. അങ്ങനെ അയച്ചപ്പോഴാ പറഞ്ഞത്, 2 ഉടുപ്പും പൊക്കണവും ചെരുപ്പും വടിയും ഒന്നും എടുക്കരുത്, പൊക്കോ. അപ്പം കൂടെ ഇരുന്നവരെയാണ് കർത്താവ് അയച്ചത്. അയക്കുന്നതിന് മുമ്പ് കർത്താവിനോട് കൂടെ ഇരിക്കണം, കർത്താവിനോട് കൂടെ തിരക്കിലായിരിക്കണം എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. വ്യക്തമായോ?
മറ്റെന്തെങ്കിലും? മറ്റൊന്നുമില്ല എങ്കിൽ നാം വെളിപ്പാട് പുസ്തകം 19-ന്റെ 7, 8, 9 വാക്യങ്ങളിൽ വായിച്ചു വരുന്നത് പോലെ കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, കുഞ്ഞാടിന്റെ കാന്തയും അഥവാ സഭയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ആ തന്നെത്താൻ സഭ ഒരുക്കുന്നതിന്റെ വിവിധ വശങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. മൊത്തം എത്ര കാര്യങ്ങളായി? 14. 14. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ ബാക്കി ഭാഗം നമുക്ക് നാളെ ചിന്തിക്കാം. ഈ 14 കൂട്ടം കാര്യങ്ങളിൽ ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുന്നെങ്കിൽ അതുകൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്കും നമ്മെ തന്നെ ഒരുക്കാം. നമ്മുടെ കാന്തനായ ക്രിസ്തു മേഘങ്ങളിൽ വേഗം പ്രത്യക്ഷനാകും. ആ വരവനായിട്ട് നമ്മെ തന്നെ ഒരുക്കി നമുക്ക് കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.